ഹലോ ഫ്രണ്ട്സ്, ലില്ലീസ് ഓഫ് ദ വാലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലാണ്. എൻ്റെ പിറകിൽ ഈ തലയെടുത്ത് നിൽക്കുന്ന ഈ വമ്പൻ കെട്ടിടമാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത്. അത് ഇന്നാണ് സഫലമായത്. ഞങ്ങൾ പോപ്പിൻ്റെ ജനറൽ വിസിറ്റ് ഉള്ള ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങൾ എന്താണേലും മുൻകൂട്ടി ഒരു മാസം മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ നമുക്ക് മെയിൽ വന്നു, പോപ്പ് ഇന്ന് ജനറൽ വിസിറ്റ് ക്യാൻസലാക്കി. അദ്ദേഹത്തിൻ്റെ ജനറൽ ഹെൽത്ത് അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്താണേലും ഇവിടെ വരാനും ഇത് കാണാനും ഒരു ഭാഗ്യം സിദ്ധിച്ചെന്ന് പറയാം. എന്താണേലും ഇതിൽ രാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഇതിൻ്റെ അകത്തോട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. നിങ്ങളെ ഏവരെയും ഞങ്ങളുടെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ശരിക്കും പറഞ്ഞാൽ ഒരു മാർബിൾ വിസ്മയം. ഏകദേശം 1506 AD 1626 ഇടയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 126 വർഷങ്ങളെടുത്തു ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം നവോത്ഥാന ശില്പങ്ങൾ കലയുടെയും ബറോക്ക് ശൈലിയുടെയും ഒരു സമ്മിശ്ര രൂപമെന്ന് തന്നെ പറയാം. ഏകദേശം 60,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുള്ളതാണ് ഈ ദേവാലയം. 220 മീറ്റർ നീളവും 150 മീറ്റർ വീതിയുമുള്ള ഒരു വമ്പൻ ദേവാലയം. യുനെസ്കോയുടെ ലോക പൈതൃക ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടിത്. ബസിലിക്കയോട് ചേർന്നുള്ള ഭാഗത്തിന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നാണ് പറയുന്നത്. വർഷം മുഴുവനും നിരവധി ആരാധനാക്രമങ്ങളിൽ പോപ്പിൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ വഹിക്കാറുണ്ട്. ഏകദേശം 80,000-ഓളം പേര് ഇതിന് സാക്ഷ്യം വഹിക്കാറുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ്റെ പരമാധികാരം സഭയുടെ ആധ്യാത്മിക പിതാവായ മാർപ്പാപ്പയ്ക്കാണ്. അദ്ദേഹം ഈ ദിവസങ്ങളിൽ രണ്ട് മാസത്തോളം ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പം വിശ്രമത്തിലാണ്. ഒഴിവാക്കാനാവാത്ത ചില കൂടിക്കാഴ്ചകൾ മാത്രമേ അദ്ദേഹം നടത്താറുള്ളൂ. ഇന്നെന്താണേലും പോപ്പ് ഒരു വിശിഷ്ട അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവും പത്നിയും അവരുടെ 20ാം വിവാഹ വാർഷികത്തിൻ്റെ പിതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പിതാവ് എത്തിച്ചേരുന്നില്ല. ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഈ ദേവാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന കവാടം ഇതാണ്. അവിടെ ഇരുവശത്തായിട്ടും റോമിലേക്കുള്ള അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ഏകദേശം 6 മീറ്റർ ഉയരമുള്ള 2 വലിയ പ്രതിമകളുണ്ട്. ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് യേശുവിൻ്റെയും 11 ശിഷ്യന്മാരുടെയും വലിയ പ്രതിമകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് അതിൻ്റെ മകുടം അല്ലെങ്കിൽ ഡോമാണ്. 41 മീറ്റർ വ്യാസമുണ്ട് ഇതിന്. തറനിരപ്പിൽ നിന്നും 136.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതിനടുത്തായിട്ടാണ് കൂറ്റൻ അൾത്താര, പ്രധാന അൾത്താര സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൂണുകൾക്കും ഏകദേശം 6 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രശസ്തനായ ലോറൻസോ ബെർണീനി രൂപകൽപ്പന ചെയ്ത ഏകദേശം 28.74 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കലം കൊണ്ടുള്ള ഒരു പവലിയൻ. അതിൻ്റെ പേര് ബാൽഡാച്ചിനോ എന്നാണ്. ഈ ഡോമിൻ്റെ താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒലിവിലകളും തേനീച്ചകളും മറ്റു ചില ഛായാചിത്രങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഇതിന്. പിന്നെ ഇന്ന് ഈ ദേവാലയത്തിന് 45 അൾത്താരകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മളൊക്കെ ശരിക്കും ഓരോ ദേവാലയത്തിനും ഓരോ അൾത്താരകളാണുള്ളത്. പക്ഷേ ഇന്ന് ഈ ദേവാലയത്തിന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് 45 അൾത്താരകളാണുള്ളത്. ഒരു അൾത്താരയിലാണ് ഇപ്പോൾ ഈ വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിസ് പാപ്പയാണെന്ന് തോന്നുന്ന ഒരു വൈദികനാണ് ഇന്ന് കുർബാന അർപ്പിക്കുന്നത്. ഒരുപാട് ആളുകൾ കുർബാന കൂടാനായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ലോറൻസോ വെണ്ണീരിയുടെ മറ്റൊരു കലാരൂപമായ കത്തീഡ്ര പെട്രി അഥവാ സെൻറ്റ് പീറ്ററിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന വെങ്കല സൃഷ്ടിയും നമ്മൾക്ക് ഒരു അൾത്താരയുടെ സൈഡിലായിട്ട് കാണാൻ കഴിയും.
ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വിശ്വപ്രശസ്തനായ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന സൃഷ്ടിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. പിയാത്തയെക്കുറിച്ച് നമുക്കറിയാം. പരിശുദ്ധ കന്യകാ മാതാവ് ഗാഗുൽത്ത മലയിൽ ഈശോയുടെ കുരിശിൽ നിന്നിറക്കിയ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന ആ കാഴ്ചയുടെ ചിത്രീകരണമാണ്. ഈ കലാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് മൈക്കൽ ആഞ്ചലോ ഏകദേശം 1 കൊല്ലം സമയമെടുത്തുവെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കൽ ആഞ്ചലോ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറുള്ള ഒരു കലാസൃഷ്ടി കൂടിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വളരെ ചുരുക്കം ചിത്രങ്ങളിൽ അല്ലെങ്കിൽ കലാസൃഷ്ടികളിൽ ഒന്നാണ് നമ്മുടെ പ്രശസ്തമായ പിയാത്ത. ഇനി ഞങ്ങൾ പോകുന്നത് ദേവാലയ നിലവറയുടെ ഭൂഗർഭ നിലയിലുള്ള പത്രോസിൻ്റെ ശവകുടീരം കാണാനാണ്. ഇത് വത്തിക്കാൻ ഗ്രോട്ടോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ബലിപീഠത്തിൻ്റെ തൊട്ടു താഴെയാണ് വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. നിരവധി പോപ്പുമാരും കർദിനാൾമാരും ബിഷപ്പുമാരൊക്കെ സെൻറ്റ് പീറ്റേഴ്സിൽ അടക്കം ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് 31 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം റോമിലേക്ക് യാത്ര ചെയ്ത വിശുദ്ധ പത്രോസ് AD 64 ഒക്ടോബർ 13 റോമൻ ചക്രവർത്തിയായ നീറോയുടെ ഭരണകാലത്ത് മറ്റൊരു ശിഷ്യനായ വിശുദ്ധ പൗലോസിനോടൊപ്പം റോമിൽ രക്തസാക്ഷിത്വം വരിച്ചു. യേശുവിനെ പോലെ മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് കരുതിയതിനാൽ പത്രോസിനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തല കീഴായി കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. അവിടെ പിന്നീട് ഒരു ദേവാലയം നിർമ്മിക്കുകയും അത് വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മിച്ച് ഇന്ന് കാണുന്ന ബസിലിക്കയായി രൂപാന്തരപ്പെടുകയും ചെയ്യുകയായിരുന്നു. 100ഓളം ശവക്കല്ലറകളാണ് ഇതിനുള്ളിലുള്ളത്. ഏകദേശം 92ഓളം പോപ്പുമാരുടെയും പിന്നെ ചരിത്രത്തിൽ ഇടം നേടിയ പല വിശിഷ്ട വ്യക്തികളും അന്ത്യനിദ്ര ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. ഓട്ടോ 2ാമൻ ചക്രവർത്തിയും ജോൺ പോൾ 2ാമനും ഏറ്റവും അടുത്തായിട്ട് ബെനഡിക്റ്റ് 16ാമൻ മാർപ്പാപ്പയും ഒക്കെ അന്ത്യനിദ്ര ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. ഈ കാണുന്നതാണ് വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം. പ്രത്യേകം നിർമ്മിച്ച ഗ്ലാസ് ജാലകത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്നത്. ബസിലിക്കയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് തന്നെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആശീർവദിച്ച് അനുഗ്രഹിച്ച കൊന്തകളൊക്കെ ഞങ്ങൾ കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ചു. വത്തിക്കാൻ ഗ്രോട്ടോ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഡോം അഥവാ മകുടം കാണാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ വലിയ ക്യൂവും സമയമില്ലായ്മയും കാരണം ഞങ്ങൾ അത് ചെയ്തില്ല. നേരെ ഫുഡ് കഴിക്കാനായിട്ട് കുഞ്ഞുമോൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു.
അങ്ങനെ ഞങ്ങളുടെ റൂമിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.